അമ്മ മാസികയ്ക്ക് ആശംസകൾ നേരാൻ അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദി പറയുന്നു. അമ്മമാരെ അംഗീകരിക്കുകയും അനേകം അമ്മമാർക്കും ഒപ്പം ഒട്ടനവധി വായനക്കാർക്കും പ്രചോദനവും ഉൾക്കാഴ്ചയും നൽകുന്ന ഒരു മാസികയാണ് അമ്മ മാസിക എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. എൻ്റെ ജീവിതത്തിൻ്റെ തെളിവുകൾ തന്നെ അതിന് സാക്ഷ്യം. ഞാൻ വരുന്നത് തൃശ്ശൂർ അതിരൂപതയിലെ പാലയൂരിൽ നിന്നാണ്. 2013 ഞാൻ ആദ്യമായി എൻ്റെ ഇടവകയിലെ സാധാരണക്കാരിയായ ഞാൻ വീട്ടമ്മയായി ഞങ്ങളുടെ ഇടവകയിലെ മാതൃസംഘത്തിൽ ചേരുന്നത്. അന്നു മുതലാണ് ഞാൻ ഈ അമ്മ മാസികയെ പരിചയപ്പെടുന്നത്. വായിച്ചപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു പ്രത്യേകത തോന്നി. ഞാൻ എല്ലാ എഡിഷനും എടുത്തു വെച്ചിരുന്നു. പിന്നീട് 2015 തൃശ്ശൂർ അതിരൂപത മാതൃവേദിയുടെ പ്രസിഡന്റായി എന്നെ തിരഞ്ഞെടുത്തപ്പോൾ പല അവസരങ്ങളിലും മോട്ടിവേഷൻ ക്ലാസ്സുകൾ എടുക്കാൻ പോകാറുണ്ട്. അങ്ങനെയുള്ള പല അവസരങ്ങളിലും എനിക്ക് നല്ല മെസ്സേജുകളും നല്ല പ്രചോദനവും കിട്ടിയിട്ട് ആദ്യം ഞാൻ വന്ന് നോക്കുക എൻ്റെ ഈ അമ്മ മാസികയിലേക്കാണ്. മാവുകിലച്ചൻ തുടങ്ങി വെച്ച ഈ അമ്മ സംഘം പ്രിയരെ ഇന്ന് 27 രൂപതകളിലായി, സീറോ മലബാർ സഭയിലെ 27 രൂപതകളിലായി അനേകം ലക്ഷക്കണക്കിന് അമ്മമാരാണ് മാതൃവേദി എന്ന ഒരു കുടക്കീഴിൽ ഇന്ന് സേവനം ചെയ്തു വന്നിരിക്കുന്നത്. അമ്മ മാസികയെ പരിചയപ്പെട്ടപ്പോൾ മുതൽ ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ് സിസ്റ്റർ ശോഭയെ ഒന്ന് പരിചയപ്പെടണം. അതിലെ എഴുത്തുകാരെയൊക്കെ എന്നാണോ എനിക്ക് കാണാൻ ഭാഗ്യം കിട്ടുക. കഴിഞ്ഞ ദിവസം സിസ്റ്റർ ശോഭ വിളിച്ചപ്പോൾ ഞാൻ അതിശയിച്ചു. കാരണം ഞാൻ ഒരുപാട് കാണാൻ ആഗ്രഹിച്ചിരുന്ന സിസ്റ്ററിന്റെ ഫോൺ ഇങ്ങോട്ട് വരുന്നു. ഉടനെ ഞാൻ പറഞ്ഞു, എന്ത് ത്യാഗം ചെയ്താലും ഞാൻ വരും. ഇന്ന് സീറോ മലബാർ സഭയിലെ ആഗോള പ്രസിഡന്റ് എന്ന നിലയിൽ അമ്മമാരെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഞാനിവിടെ നിൽക്കുമ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പ് തരുന്നു, വരും മാസങ്ങളിൽ അമ്മ മാസികയുടെ റേറ്റിംഗ് വളരെ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ കൂടുതലാക്കിയിരിക്കും. ശ്രീരാമ പരമഹംസൻ തൻ്റെ അവസാന നാളുകളിൽ രോഗശൈലിയിരിക്കുമ്പോൾ താൻ ഉപയോഗിച്ച വസ്തുക്കൾ തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുകയാണ്. ആ സമയത്ത് ഏറ്റവും പ്രിയ ശിഷ്യനായ ആനന്ദ് ചോദിച്ചു, അങ്ങയുടെ ഏറ്റവും പ്രിയ ശിഷ്യനാണ് ആനന്ദ് എന്ന് പറയാറുണ്ടെങ്കിലും എനിക്ക് മാത്രം ഒന്നും തന്നിട്ടില്ലല്ലോ. ശ്രീരാമ പരമഹംസൻ കൃഷ്ണൻ പറഞ്ഞു, നിനക്ക് ഞാൻ എൻ്റെ ചങ്കാണ് തരുന്നത്. പ്രിയമുള്ളവരെ, സ്നേഹത്തിന്റെ ചങ്ക് പതിച്ചു നൽകുന്ന ഈ അമ്മ മാസികയുടെ ഒപ്പം ഞങ്ങളുണ്ടായിരിക്കും. ഇനിയും അമ്മ മാസിക ഉയരങ്ങളിലേക്ക് ഉയരട്ടെ എന്നുള്ള ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കും.